ഒരു പാടത്തിന് ഒത്ത നടുക്കാണ് ഈ വെടിക്കെട്ട് നിർമ്മാണപുരയുള്ളത്. വർഷങ്ങളോളമായി ഇവിടെ ഈ പറയുന്ന പോലെ ഇത് ഗോഡൌണായി തന്നെ, പടക്ക നിർമ്മാണ ഗോഡൌണായി തന്നെ പ്രവർത്തിക്കുന്നതാണ്. സമീപത്ത് വീടുകളുണ്ടെന്ന് പറയുമ്പോഴും ഈ പറഞ്ഞ ലൈസൻസി അതോറൈസേഷന് വേണ്ടിയുള്ള സേഫ് ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ടുള്ള വീടുകൾ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു. എന്നിരുന്നാലും എത്രത്തോളം സ്റ്റോക്ക് അവിടെ ഉണ്ടായിരുന്നു, അവിടെ നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുകയാണോ, 24 സാമ്പിൾ വെടിക്കെട്ടായതുകൊണ്ട് തന്നെ എത്രത്തോളം തൊഴിലാളികൾ, സ്ഥിരമായ തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു നടക്കുന്ന കാര്യം വ്യക്തത വരാനുണ്ട്. നമ്മളോട് സംസാരിച്ച പ്രദേശവാസികൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് 3 പേരെ മാത്രമാണ് നിലവിൽ ആശുപത്രിയിലേക്ക് എത്തിക്കാനായത്. അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ കണക്കിലാണെങ്കിൽ കൂടുതൽ പേർ അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. കുടുങ്ങിക്കിടക്കുന്നവരെ അകത്തേക്ക് കടന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ നിലവിൽ ഈ പറഞ്ഞ ഇടത്തെയുള്ള തീ പൂർണ്ണമായി അണയ്ക്കാനാകണം. പടക്കമായതുകൊണ്ട് തീ പടർന്നത് വീണ്ടും വീണ്ടും കൂടുതൽ പടക്കങ്ങളിലേക്ക് പോയി അത് പൊട്ടി തീ പടർച്ച അത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന അല്പം അലോസരപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പാടത്ത് നിന്ന് ഏതാണ്ട് 200 മീറ്റർ മാറി നിന്നുകൊണ്ട് ദൂരെ നിന്ന് ഇപ്പോൾ വെള്ളം സ്പ്രേ ചെയ്യുകയാണ്. നിലവിൽ അതൊന്ന് ശമിപ്പിച്ചാൽ മാത്രമേ ഫയർഫോഴ്സ് അടക്കമുള്ള രക്ഷാപ്രവർത്തന സംവിധാനങ്ങൾക്ക് കുറച്ചൊരു മുന്നോട്ടേക്ക് പോയിക്കൊണ്ടൊരു രക്ഷാപ്രവർത്തനം നീക്കാനാകുകയുള്ളൂ. നിലവിൽ ദൂരെ നിന്ന് വെള്ളം ചീറ്റുക എന്നുള്ളത് മാത്രമാണ് നിലവിൽ അവൈലബിൾ ആയ നമ്മുടെ മുമ്പുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സംഭവസ്ഥലത്തേക്ക് പുറപ്പെടുന്നു എന്നുള്ളതാണ്. വലിയൊരു അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. തീ പടരുകയാണ്, കൂടുതൽ സ്ഥലത്തേക്ക് പടർന്നു പിടിക്കുന്നു എന്നുള്ളതും ആശങ്കയുണ്ടാക്കുകയാണ്. ശ്രീ അനിൽ അക്കര ടെലിഫോൺ ലൈൻ. ശ്രീ അനിൽ അക്കര, താങ്കൾക്ക് ഇതൊരു വലിയ ദുരന്തമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. താങ്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഞാനിപ്പോ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ മുണ്ടത്തിക്കോട് പാതിരോട്ടുകാവ് അമ്പലത്തിനോട് ചേർന്നുള്ള ഒരു പ്രദേശത്തെ പാടത്താണ് ഈ പറഞ്ഞോളൂ. ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. തൃശ്ശൂർ പൂരവും അതുപോലെ തന്നെ പല പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും ഉത്സവവുമായി ബന്ധപ്പെട്ട് വെടിക്കെട്ടിന് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള നിർമ്മാണ സാമഗ്രി ഉണ്ടാക്കുന്ന ആളാണ് ഈ പറഞ്ഞ ഈ മണി എന്ന് പറയുന്ന ആള്. അപ്പൊ നേരത്തെ ഒരു 5-6 വർഷം മുമ്പ് ചെറിയൊരു അപകടം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം വളരെ കെയർഫുൾ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജും അതുമായി ബന്ധപ്പെട്ട് 4 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. ഒരു പാടത്തിനോട് ചേർന്ന പ്രദേശത്താണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അതേപോലെ നമ്മൾ ശ്രീ അനിൽ അക്കര, നേരത്തെ നമ്മൾ നാട്ടുകാരനോട് ചോദിക്കുകയായിരുന്നു ഈ പ്രദേശത്ത് തൊട്ടടുത്തൊക്കെ വീടുകളുണ്ടോ എന്നുള്ളത്. അത് പാടത്തിനരികിലാണെങ്കിൽ പോലും വീടുകളുണ്ട്, അവിടെ ചില്ലുകൾ പൊട്ടിത്തെറിച്ചൊക്കെയുള്ള അപകടം അവിടെ വീട്ടുകാർക്ക് സംഭവിക്കുന്നുണ്ട് എന്നൊക്കെയാണ് നാട്ടുകാരൻ അറിയിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ അത് വലിയ ഗൗരവത്തിൽ തന്നെ നമ്മൾ കാണേണ്ടുന്ന ഒരു സംഭവമാണ്. സാന്ദ്രതയുള്ള പ്രദേശം ഇപ്പൊ ഞാനിപ്പം മെഡിക്കൽ കോളേജിൽ നിന്ന് എനിക്ക് കിട്ടുന്ന അറിവുകൾ അനുസരിച്ച് അവിടെ എത്തുന്ന നമ്മുടെ ഈ അപകടത്തിൽ പരിക്കേറ്റ ആളുകൾ അവിടെ മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നുണ്ട്. പല പിന്നെ എത്തുന്ന പിന്നെ ആളുകളുടെ പിന്നെ പല ഭാഗങ്ങളായിട്ടാണ് എത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരീരത്തിന്റെ പല അവയവങ്ങളും വേർപെട്ട രീതിയിലാണ് മെഡിക്കൽ കോളേജിൽ എത്തുന്ന ആളുകളുടെ ശരീരഭാഗങ്ങൾ. അത് പല ആളുകളും മരിച്ചതിന് ശേഷമാണ് എത്തുന്നത് എന്നുള്ള വിവരമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ കാഷ്വാലിറ്റിയിൽ അവിടുന്ന് എനിക്ക് കിട്ടുന്ന വിവരം അങ്ങനെയാണ്. അതേപോലെ ഇത് മരണം സംഭവിച്ചു എന്ന് നമുക്ക് സ്ഥിരീകരിച്ച് പറയാറായോ ശ്രീ അനിലക്കര? അല്ല, ഇപ്പൊ അവിടെ 5-6 പേരുടെ ബോഡി പിന്നെ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ എത്തിയ ആളുകളുടെ ഒന്നും സ്ഥിതി നമുക്ക് ഔദ്യോഗികമായി പറയാൻ കഴിയില്ലെങ്കിലും ജീവൻ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. പല ആളുകളുടെയും ശരീരഭാഗങ്ങൾ വേർപെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് കാഷ്വാലിറ്റിയിൽ നിന്ന് ലഭിച്ച വിവരം. ഞാൻ ഏതാ ഒരു 10-12 മിനിറ്റിനകത്ത് സ്ഥലത്ത് എത്തും. ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.